മലയാളം വാർത്താ റേഡിയോ അവതരിപ്പിക്കുന്നത് ജനറൽ പത്രം തൃശൂർ. ഇന്ന് 2020 ഡിസംബർ 14 വാർത്തകൾ വായിക്കുന്നത് രശ്മി ജയദാസ്. കനത്ത പോളിംഗ്, മൂന്നാം ഘട്ടം തുടങ്ങി, ചോരാതെ വോട്ട് ബാങ്കുകൾ. അവസാനഘട്ടം കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ. ഇതോടെ കേരളത്തിൽ 3 ഘട്ട 14 ജില്ലകളിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാകും. 16-ന് വോട്ടെണ്ണൽ. കോഴിക്കോട് കോവിഡല്ല, വോട്ടാണ് മുഖ്യമെന്നാണ് പറഞ്ഞാണ് കേരളത്തിലെ ജനം ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ആദ്യഘട്ട വോട്ടിംഗ് നിരക്കിനേക്കാൾ കൂടുതലായിരുന്നു രണ്ടാം ഘട്ട പോളിംഗ്. ഇന്നും സ്ഥിതി മോശമല്ല. 60 മാവോവാദി ബാധിത ബൂത്തുകൾ, പോലീസ് സുരക്ഷ കർശനം. തിരുവനന്തപുരം അവസാനഘട്ട തെരഞ്ഞെടുപ്പിന് സുരക്ഷാ നടപടി പൂർത്തിയായതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. രാജ്യവ്യാപക പ്രതിഷേധം, ഉപവാസം. ജാമിയ വിദ്യാർത്ഥിനികളെ തിരിച്ചയച്ച് കർഷകർ. ന്യൂഡൽഹി കേന്ദ്ര നിയമങ്ങൾക്കെതിരായ കർഷക സമരം നിർണായക ഘട്ടത്തിലേക്ക്. കർഷക നേതാക്കളുടെ ഏകദിന നിരാഹാര സമരം ഉൾപ്പെടെ ഇന്നു മുതൽ പ്രക്ഷോഭം കൂടുതൽ രൂക്ഷമാകും. സരിതയുടെ തൊഴിൽ തട്ടിപ്പ്, ബവ്കോ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും മൊഴി. തിരുവനന്തപുരം സരിത എസ് നായരുടെ തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബവ്കോ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും മൊഴി. മാനേജർ മീനാകുമാരിക്കാണെന്ന പേരിൽ പ്രതികൾ പണം വാങ്ങിയതായാണ് പരാതി. ലിങ്ക് റോഡ് തുറന്നു, ഹരിയാന. നോയിഡയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ലിങ്ക് റോഡിൽ ഗതാഗതം വീണ്ടും പുനരാരംഭിച്ചു. കർഷക സമരം കാരണം റോഡ് ദിവസങ്ങളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. യുവതിയെ എയർഗൺ കൊണ്ട് തലക്കടിച്ച് പുഴയിൽ ചാടി യുവാവ് ജീവനൊടുക്കി. ചാലക്കുടി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയിലാണ്. യുവതി അപകടനില തരണം ചെയ്തു. ചാലക്കുടി പള്ളിപ്പാടൻ നീറ്റോയാണ് പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. ഫൈസർ വാക്സിന് US-ലും അനുമതി. 24 മണിക്കൂറിനകം ആദ്യ ഡോസ് നൽകുമെന്ന് ട്രംപ്. വാഷിംഗ്ടൺ DC ഫൈസർ ബയോൺടെക് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് US-ലും അനുമതി. US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷനാണ് ഫൈസർ വാക്സിന് അനുമതി നൽകിയത്. അടുത്ത 24 മണിക്കൂറിനകം ആദ്യ ഡോസ് നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കാർഷിക വരുമാനം ബീഹാറിലെ കർഷകരുടെ പോലെയാകണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നു. രാഹുൽ. ന്യൂഡൽഹി കർഷക നിയമത്തിന് മേൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ എല്ലാ കർഷകരുടെയും വരുമാനം ബീഹാറിലെ കർഷകരുടേതിനേക്കാൾ കുറവായിരിക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. മിനിമം വേതന ചട്ട ഭേദഗതി, സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ന്യൂഡൽഹി മിനിമം വേതനം ബാങ്ക് അക്കൗണ്ടുകൾ വഴി വിതരണം ചെയ്യണമെന്ന കേരള മിനിമം വേതന ചട്ടത്തിലെ ഭേദഗതി റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിന് എതിരായി ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ്. കാർഷിക നിയമങ്ങളെ ന്യായീകരിച്ച് വീണ്ടും പ്രധാനമന്ത്രി. ന്യൂഡൽഹി ആത്മനിർഭർ ഭാരതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ ലാഭം മുടക്കിയ തടസ്സങ്ങൾ ഇല്ലാതായി. കർഷക മേഖലയിൽ മാറ്റങ്ങളുണ്ടായെന്നും അദ്ദേഹം ഫിക്കി സമ്മേളനത്തിൽ പറഞ്ഞു. 20 ലക്ഷം കോടിയുടെ ഉത്തേജക പാക്കേജിന് ചെലവിട്ടത് 10% താഴെയെന്ന് വിവരാവകാശ രേഖ. മുംബൈ കോവിഡ് മഹാമാരി മൂലമുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 20 ലക്ഷം കോടി രൂപയുടെ ഉത്തേജന പാക്കേജിൽ നിന്ന് 10% തുക പോലും വിതരണം ചെയ്തിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. ഭാരതീയ കിസാൻ യൂണിയൻ സുപ്രീം കോടതിയിൽ. ന്യൂഡൽഹി പാർലമെന്റ് പാസാക്കിയ കാർഷിക നിയമങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ കിസാൻ യൂണിയൻ സുപ്രീം കോടതിയെ സമീപിച്ചു. പുതിയ കാർഷിക നിയമങ്ങൾ ഏകപക്ഷീയമാണെന്നും മതിയായ ചർച്ചകളില്ലാതെയാണ് നിയമം പാസാക്കിയതെന്നും ഭാരതീയ കിസാൻ യൂണിയൻ പ്രസിഡന്റ് ബാനു പ്രതാപ് സിംഗ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചു. കാലാവസ്ഥാ വ്യതിയാനം, ഇന്ത്യ ചരിത്രപരമായി ഉത്തരവാദികളല്ല. ന്യൂഡൽഹി കാലാവസ്ഥാ വ്യതിയാനത്തിന് ഇന്ത്യ ചരിത്രപരമായി ഉത്തരവാദികളല്ലെങ്കിലും ഉത്തരവാദിത്തമുള്ള രാജ്യമെന്ന നിലയിൽ മലിനീകരണം കുറയ്ക്കുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിക്കുമെന്നും പാരീസ് കാലാവസ്ഥാ ഉടമ്പടിയുടെ 5ാം വർഷത്തിന്റെ തലേന്ന് ജാവ്ദേക്കർ പറഞ്ഞു. ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉടമകളുടെ വിവരങ്ങൾ ചോർന്നെന്ന് വെളിപ്പെടുത്തൽ. ഡൽഹി രാജ്യത്തെ 70 ലക്ഷം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉടമകളുടെ സ്വകാര്യ വിവരങ്ങൾ ഡാർക്ക് വെബിൽ ലഭ്യമാണെന്ന് സ്വതന്ത്ര ഇന്ത്യൻ സൈബർ സുരക്ഷാ ഗവേഷകനായ രാജശേഖർ രാജ്ഹറായി പറയുന്നു. mRNA വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ അനുമതി. ന്യൂഡൽഹി ഇന്ത്യയുടെ ആദ്യ തദ്ദേശ നിർമ്മിത കോവിഡ് വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ അനുമതി. നിയമസഭ കമ്പ്യൂട്ടർവത്കരണം 6 സമിതികളുടെ മേൽനോട്ടത്തിൽ. തിരുവനന്തപുരം നിയമസഭാ പ്രവർത്തനങ്ങളുടെ കമ്പ്യൂട്ടർവൽക്കരണ നടപടികളെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ല. ഈ നിയമസഭാ പദ്ധതിയുടെ എല്ലാ പ്രവർത്തനവും പ്രതിപക്ഷാംഗങ്ങളുടെ സാങ്കേതിക വിദഗ്ധരും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന 6ഓളം സമിതികളുടെ മേൽനോട്ടത്തിലായിരുന്നു. സ്പീക്കർക്കെതിരെ സമഗ്ര അന്വേഷണം വേണം. ഗവർണർക്ക് ചെന്നിത്തല കത്ത് നൽകി. തിരുവനന്തപുരം അഴിമതി ആരോപണത്തിൽ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കത്ത് നൽകി. വൈദ്യുതി നിരക്ക് വർധന, വ്യാജവാർത്തയ്ക്കെതിരെ KCB. തിരുവനന്തപുരം സംസ്ഥാനത്തെ വൈദ്യുതി നിരക്കിൽ മാറ്റമുണ്ടാകില്ല.
നിരക്ക് കൂട്ടുന്ന കാര്യം ആലോചിച്ചിട്ടേയില്ലെന്ന് KCB. കർഷക സമരത്തെ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കില്ല. കോഴിക്കോട് കർഷക സമരത്തിന് രാഷ്ട്രീയ നിറം നൽകില്ലെന്നും സമരത്തെ ഹൈജാക്ക് ചെയ്യാനാണ് കോൺഗ്രസിന് താൽപ്പര്യമില്ലെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ജന്മദിനം ആഘോഷിച്ച് ഇടയ ശ്രേഷ്ഠർ. തൃശൂർ ദൈവജനത്തിന് ആത്മീയാനുഭവം പകർന്ന ഇടയനാണ് മാർ ജേക്കബ് തൂങ്കുഴിയെന്നും സഭ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് ശക്തമായ നേതൃത്വം നൽകുന്ന ആത്മീയ നേതാവാണ് മാർ ആൻഡ്രൂസ് താഴത്തെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. പുതിയ കലുങ്ക് തുറന്നു. ഏനമാവ് പടിഞ്ഞാറെ കരിമ്പാടം കോൾപ്പടവിലെ കർഷകർക്ക് ആശ്വാസമായി പുതിയ സ്ലൂയിസ് തുറന്നു. ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് അംഗീകാരം. ചാലക്കുടി ജില്ലയിലെ ശുചിത്വമുള്ള ഏറ്റവും നല്ല ആശുപത്രിയായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയെ തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് മലയാളം യൂണിക്കോഡിലുള്ള general.com അഥവാ general.net.in സന്ദർശിക്കുക.